ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പം ഞാനും ശ്രുതിയും കൂടെ ഒന്ന് കലൂർ പള്ളിയിലേക്ക് പോവുകയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ശ്രുതി ഇതിന് മുന്നേ പോയിട്ടുണ്ട്. ഞാനും ശ്രുതിയും കൂടെ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നൊന്ന് നൊവേന കൂടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ തക്കൂനെ പ്ലേ സ്കൂളിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വഴി ഇതാണ് കേട്ടോ, തീരദേശ റോഡാണത്. ഞങ്ങൾ അതിന്നൊരു ഷോർട്ട് കട്ട് വഴി റെയിൽ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അപ്പുറത്ത് ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ റെയിൽ കിടക്കുകയാണ്. ആദ്യമൊക്കെ ഈ വഴി തന്നെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഈ കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഇപ്പുറത്തുനിന്ന് ഒരു റോഡ് ഞങ്ങൾക്ക് വന്നിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തു കേട്ടോ. തക്കു ഞങ്ങൾ കൂടെ എവിടെയോ വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ആൾ പോകുന്നത്. പക്ഷേ സ്കൂളിലേക്കാണ് പുള്ളീനെ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പോൾ ചേട്ടൻ വന്നു. സമയം ഇപ്പോൾ 9 മണിയാണ്. അതുകൊണ്ട് ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ വഴിയിലുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ് ഈ സമയത്തൊക്കെ നമ്മുടെ റോഡിൽ. അങ്ങനെ തക്കുവിൻ്റെ ഡേ കെയർ എത്തി. അപ്പോഴാണ് തക്കുവിൻ്റെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ കരഞ്ഞൊന്നുമില്ല കേട്ടോ ആൾ. കാരണം എന്ത് വന്നാലും അവിടെ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് തക്കുവിനറിയാം. അതുകൊണ്ട് തക്കു കരഞ്ഞൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉമ്മയൊന്നും തന്നില്ല. അപ്പോൾ അവൾ കൊണ്ടുവന്നാക്കിയിട്ട് വരാൻ പോവാണ്. ശ്രുതി ബി ഹാപ്പി എന്ന് പറയുന്ന ഒരു ഡേ കെയറിലാണ് അവൾ പോകുന്നത്. അവളാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് പോവാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നൊവേനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 9 മണിക്കാണ് തുടങ്ങുക. ഞങ്ങൾ 9 മണി കഴിഞ്ഞു, 9:15 ആയി ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് 2 കൂട്ട് മെഴുകുതിരി വാങ്ങിയിട്ടോ. അപ്പോൾ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല തിരക്കുണ്ട്. ഇപ്പം തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നൊവേന കൂടാൻ വേണ്ടി അകത്തേക്ക് കയറി. അപ്പോൾ നൊവേന കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. കാരണം ആ സമയത്തൊന്നും നമുക്ക് അവിടെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു മൂഡിലായിരിക്കില്ല. കാരണം അവിടെ എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയമായിരിക്കും. എത്ര പേരാണെന്നറിയാമോ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് നൊവേന കൂടുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പ് പണ്ട് എപ്പോഴും ഒരു തവണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ ചൊവ്വാഴ്ചകളിൽ മാത്രം വരുന്ന ഒരു ചന്തയുണ്ട് കേട്ടോ ഇവിടെ. അതായത് നൊവേനക്കാർ അധികവും തിരക്കായിരിക്കുമല്ലോ അന്നത്തെ ദിവസം. അതുകൊണ്ട് അന്നത്തെ ദിവസത്തേക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു ചന്തയുണ്ട്. നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടാവും ആളുകൾ. അപ്പം ഞങ്ങൾ അവിടെ കയറി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ അവിടെ നിൽപ്പുണ്ട് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പറക്കാട്ടിലൊന്ന് കയറണമായിരുന്നു. അപ്പോൾ അവിടെയും കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ സമയത്ത് എടുത്ത് പകർത്തിയ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അവിടെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട്. ഒരു തവണ കൂടി ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ തുറക്കുന്നതേ ഉള്ളൂ. തുറന്ന് അവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾ നൊവേനയുടെ സമയത്താണല്ലോ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആയുർവേദ പച്ചമരുന്ന് കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ഓട്ടോന് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ശ്രുതിക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ പൊറ്റക്കുഴിയിൽ ശ്രുതി ഇറങ്ങി. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടി വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.